കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം നഗരത്തിലെ 7 കുന്നുകളിലൊന്നായ നന്ദൻകോട് കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. ഏകദേശം 4.2 ഏക്കറോളം വരുന്ന വിശാലമായ മനോഹരമായ ഈ ഭൂമിയിലാണ് മുഖ്യമന്ത്രിയുടെ വസതിയും മറ്റ് ചില മന്ത്രിമന്ദിരങ്ങളും നിലകൊള്ളുന്നത്. എന്തുകൊണ്ട് ക്ലിഫ് ഹൗസ് എന്ന പേര് വന്നു? ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ഒരു ചെറിയ കുന്നിൻ മുകളിൽ അഥവാ പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ക്ലിഫ് ഹൗസ് എന്ന പേര് ലഭിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് ഈ പേരാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ വർഷ എന്നും കർണാടകയിൽ അനുഗ്രഹ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വസതികൾ അറിയപ്പെടുന്നത്. എന്താണ് ക്ലിഫ് ഹൗസ് ചരിത്രവും നിർമ്മാണവും? തിരുവിതാംകൂർ ഭരണകാലത്ത് 1939 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1942 പണി പൂർത്തിയായി. അക്കാലത്ത് ദേവസ്വം കാര്യങ്ങളുടെ ചുമതലയിലുണ്ടായിരുന്ന ദിവാൻ പേഷ്കാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം 1957 കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ് ഇത് തൻ്റെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുത്തത്. ആദ്യ താമസക്കാരൻ EMS ആയിരുന്നു. അതിനു മുമ്പ് തിരുവിതാംകൂർ, കൊച്ചി മുഖ്യമന്ത്രിമാർ റോസ് ഹൗസ് എന്ന കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത്. 1979 മുതലാണ് ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിമാരുടെ സ്ഥിരം വസതിയായി മാറിയത്. ക്ലിഫ് ഹൗസ് വാസ്തുവിദ്യയും സൗകര്യങ്ങളും. കേരളീയ വാസ്തുവിദ്യയും ബ്രിട്ടീഷ് കൊളോണിയൽ ശൈലിയും ചേർന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. ഏകദേശം 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ 2 നില കെട്ടിടത്തിൽ 7 കിടപ്പുമുറികളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഒരു പ്രത്യേക കോൺഫറൻസ് റൂം, ഓഫീസും ഇതിനകത്തുണ്ട്. സന്ദർശകർക്കായി വിശാലമായ വരാന്തകളും ഇവിടെയുണ്ട്. ക്ലിഫ് ഹൗസ് വിശേഷങ്ങളും കാർഷിക താൽപ്പര്യങ്ങളും നോക്കാം. EK നയനാരുടെ കാലത്ത് ഇവിടെ പച്ചക്കറി കൃഷിയും ഡയറി ഫാമും സജീവമായിരുന്നു. AK ആൻ്റണിയുടെ കാലത്ത് ഇവിടെ വിശാലമായ വാഴകൃഷിയും ഉണ്ടായിരുന്നു. K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇവിടെ ഒരു നീന്തൽക്കുളം നിർമ്മിച്ചത്. ഒരു വാഹന അപകടത്തിന് ശേഷം അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ഫിസിയോതെറാപ്പി ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനങ്ങൾക്കും തിരുത്തലുകൾക്കും സാക്ഷ്യം വഹിച്ച ഇടമാണിത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനസമ്പർക്ക പരിപാടികൾക്കായി ഈ വസതി എപ്പോഴും ജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അധികാര കേന്ദ്രം തന്നെയായിരുന്നു ക്ലിഫ് ഹൗസ്. മുഖ്യമന്ത്രിയെ കൂടാതെ അശോക, ഉഷസ്, നെസ്റ്റ്, പൗർണമി എന്നീ പേരുകളിലുള്ള മന്ത്രിമന്ദിരങ്ങളും ഈ കോമ്പൗണ്ടിലുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ ഇവിടെ ഇപ്പോഴും കേരള ഭരണകൂടത്തിൻ്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നു.